അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ്. പാചക വിശേഷങ്ങളുണ്ട്, നല്ല അടിപൊളി ഒരു ടിപ്സ് ഉണ്ട്. നമ്മുടെ മുടി വളരുന്നതിനും മുടി നന്നായിട്ട് വളരാനും കൊഴിയാതിരിക്കാനും ഒക്കെയുള്ള ഒരു നല്ലൊരു ടിപ്സാണ് ഇത്. ചിലവർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും ഞാനിത് ചാനലിൽ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല. ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരുപാട് പേരിങ്ങനെ മുടി കൊഴിയുന്നു, മുടി മുഴുവൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടകരമായിട്ട് എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ ചെയ്തിരിക്കുന്ന ടിപ്സും എല്ലാം അടിപൊളി ടിപ്സാണ്, എങ്കിലും ഞാൻ ഒരെണ്ണം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് രാവിലെ കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനിതാ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അരിപ്പൊടിയും തേങ്ങയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ശകലം ഒരു ജീരകവും കൂടെ നമുക്കിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുത്തു. ഈ ജീരകം ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ആ ജീരകത്തിൻ്റെ ഇതൊക്കെ എന്താ പറയുന്നത് സത്തൊക്കെ ഇതിനകത്തോട്ട് ഇറങ്ങും. അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ. ജീരകം, ഉപ്പ്, തേങ്ങ ഇത്ര ഇട്ട് കൊടുത്തിരിക്കുന്ന അരിപ്പൊടി. ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. ഇതിപ്പം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. തരി കുറവുള്ളത് എടുക്കണം. ചില പുട്ടുപൊടിക്ക് ഭയങ്കര തരിയല്ലേ, ആ പുട്ടുപൊടി എടുക്കരുത് കേട്ടോ. തരി ഒത്തിരിയുള്ള പുട്ടുപൊടി എടുക്കരുത് കൊഴുക്കട്ടയ്ക്ക്. അതെല്ലാവർക്കും അറിയാമല്ലോ. ഇത് മധുരം വെക്കാത്ത കൊഴുക്കട്ടയാണ്. ഇത് നമുക്ക് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം. തിളച്ച വെള്ളം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം മിക്കവർക്കും ഇതറിയാവുന്നതായിരിക്കും. എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി ഞാനിത് കുഴച്ചെടുത്തിട്ട് കാണിച്ചു തരാവേ. ഫോൺ ഒരു കയ്യിലിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് സുഖമായിട്ട് അങ്ങോട്ട് ഇളക്കാൻ പറ്റുന്നില്ല. ഇളക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം എന്താ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉരുട്ടി കൊടുക്കുക. വലിയ കൊഴുക്കട്ട വേണമെങ്കിൽ വലിയ കൊഴുക്കട്ടയായിട്ട് ഉണ്ടാക്കാം, ചെറിയ കൊഴുക്കട്ട വേണമെങ്കിൽ ചെറിയ കൊഴുക്കട്ടയായിട്ട് ഉണ്ടാക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പം മിക്കവർക്കും തന്നെ മധുരമൊക്കെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ. അപ്പോൾ പിന്നെ മധുരം വേണ്ടാത്തവർക്ക് ഇതുമാതിരി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എന്നാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. അയ്യോ ഇനിയിപ്പം മധുരം തിന്നാൻ പറ്റത്തില്ല, കൊഴുക്കട്ടയ്ക്ക് മധുരം വയ്ക്കാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നേ എന്നൊന്നും ആരും വിചാരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പണ്ടൊക്കെ നമ്മൾ അരി, ഈ കുത്തരി, അതായത് ചുമന്നരി എന്നൊക്കെ പറയത്തില്ലേ, അത് നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് രാവിലെ എഴുന്നേറ്റ് പണ്ടൊക്കെ നമ്മുടെ അമ്മമാരിരുന്ന് കുത്തിയിരുന്ന് അരയ്ക്കുന്ന കാണാം അല്ലേ. അരച്ചെടുത്തിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കത്തില്ല. തേങ്ങയും ജീരകവും എല്ലാം ഉപ്പും എല്ലാം കൂടെ ചേർത്ത് അരച്ചിട്ടൊരു കൊഴുക്കട്ട ഉണ്ടാക്കും. പക്ഷെ അത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാറുണ്ട് അല്ലേ, ശരിയല്ലേ? ഇതിപ്പം ഞാൻ ആവിയിലാണ് വെക്കുന്നത്, വെള്ളത്തിൽ. എന്നിട്ട് അതിലെ വെള്ളവും കുടിക്കുക അതുകൊണ്ടല്ലേ. ഇതിപ്പം ഞാൻ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇനി ബാക്കി കൊഴുക്കട്ടയും കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാം. വേണ്ട അങ്ങനെ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ റെഡി ആയി കേട്ടോ. നമ്മളെ തിളച്ച വെള്ളത്തിൽ കുഴയ്ക്കുന്നതുകൊണ്ട് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞങ്ങളപ്പോൾ കഴിക്കട്ടെ. എല്ലാവരും കഴിച്ചോ രാവിലത്തെ? ഇപ്പം നമ്മുടെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ സാമ്രാജ്യത്തിലേക്കൊക്കെ പ്രവേശിച്ചു കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇന്ന് മീൻകാരും വന്നു. പക്ഷേ എനിക്കിഷ്ടമുള്ള മീനൊന്നും വരാത്തതുകൊണ്ട് ഞാൻ മീനൊന്നും വാങ്ങിച്ചില്ല. വേണ്ടാന്ന് വിചാരിച്ചു. നമുക്ക് ഇഷ്ടമുള്ള മീനല്ലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ഇഷ്ടമില്ലാത്ത മീൻ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാനാ, വേണ്ട. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ മാമ്പഴം പുളിശ്ശേരി തീർന്നു. അപ്പം പിന്നെ ഇനി ഏത്തപ്പഴം പുളിശ്ശേരിയിലോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ പച്ചമുളകും ഉണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതിൽ ചെറിയ പാത്രമൊന്നും ഇവിടെ ഇല്ലായിരുന്നോ എന്ന് വിചാരിക്കും. പക്ഷേ ഇതായിരുന്നു കൈ കിട്ടിയത്. അപ്പോൾ ഒരു കുഞ്ഞി ഏത്തപ്പഴവും പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് അടിയിൽ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ കരിയാപ്പില. അപ്പം നമുക്ക് ഏത്തപ്പഴം പുളിശ്ശേരി ഒന്ന് വെച്ചേക്കാം അല്ലേ. ചോറിനകത്തൊക്കെ എന്തെങ്കിലും ഒഴിക്കേണ്ടേന്നേ. പിന്നെ സാമ്പാർ ഈ കഴിഞ്ഞ ആഴ്ച വെച്ചുകൊണ്ട് സാമ്പാറിനെ നമ്മളങ്ങ് ഒഴിവാക്കി. അപ്പം വേണ്ട, മടുത്തു. അപ്പം നമുക്ക് ആദ്യം കടുക് വറുത്ത് കൊടുക്കാം. പുളിശ്ശേരിയൊക്കെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ അല്ലേ. ഇത് നമുക്ക് ഏത്തപ്പഴം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചിലവർ ഞാൻ പറഞ്ഞല്ലോ ഇത് ഏത്തപ്പഴം വേവിക്കും, ചിലവരൊന്ന് വഴറ്റിയിട്ട് വെക്കും. ഞാനിപ്പോൾ ഇത് വഴറ്റിയിട്ടാണ് വയ്ക്കാൻ പോകുന്നത്.
എളുപ്പം വയ്ക്കാം അല്ലേ. പുളിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം വയ്ക്കാവുന്ന ഒരു കാര്യമാണ്. അയ്യോ, ഒരു കാര്യം മറന്നുപോയി കേട്ടോ, 2-3 ഉലുവ ഇടാനായിട്ട് മറന്നുപോയി. ഉലുവ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് അതിനകത്തോട്ട് ഉലുവ ഇടാതിരുന്നത്. ഇനിയാണെങ്കിലും നമുക്ക് 2 ഉലുവ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇട്ട് കൊടുത്തു. അപ്പം എല്ലാവർക്കും കറിയും ചോറും ഒക്കെ ആയോ? ഇന്നലെ നല്ല സുഖമായിരുന്നു. ഇന്നലെ ജോലി ഒന്നും ചെയ്യണ്ടായിരുന്നു. ഇന്നലെ കിഴങ്ങറ അനിയത്തിയുടെ അടുത്ത് പോയിരിക്കുന്നതുകൊണ്ട് ഒരു വകയും ചെയ്യണ്ടായിരുന്നു. പിന്നെ ഞാനവിടെ പോയപ്പോഴത്തേക്കും എൻ്റെ ജയാസ് വെറൈറ്റിക്ക് സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കും കൂടെ അങ്ങോട്ട് കൂടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു. അല്ലാണ്ട് അവളില്ലാത്തതിൻ്റെ ഒരു സങ്കടം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഇന്നലെ പക്ഷേ എനിക്ക് നല്ല സുഖമായിരുന്നു, ഒരു പണിയും ചെയ്യണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പം വീണ്ടും നമ്മളിതൊക്കെ തന്നെ അല്ലേ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. ഇപ്പം രാവിലെ പോയോണ്ട് കുറേ സമയമൊക്കെ ഇരുന്ന് ഇങ്ങനെ വാചകടിച്ച് കത്തി വെച്ചുകൊണ്ടിരിക്കാനൊക്കെ പറ്റി. അപ്പം അത് നന്നായിട്ട് വഴണ്ട് കേട്ടോ. അപ്പം ഇതിനകത്തോട്ട് ഞാൻ ശകലം തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും കൂടെ നന്നായിട്ട് അരച്ചു. അതിനുശേഷം നമുക്ക് കുറച്ച് തൈരിരിപ്പുണ്ടായിരുന്നു, അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഒന്ന് കറക്കി വിട്ടു മിക്സി. അപ്പം എന്താ ഈ പരുവത്തിൽ കിട്ടി. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എളുപ്പമല്ലേ പുളിശ്ശേരി. ഒരു ശകലം വെള്ളം കൂടെ ഇപ്പം ഇതിനകത്ത് ഈ ജാറിനകത്ത് ഇരിപ്പുണ്ട്, അതും കൂടെ നമുക്കങ്ങ് കഴുകി ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇന്നലെ കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ, കുറച്ച് പേരുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടുള്ളൂ. സമയം കിട്ടിയില്ലായിരുന്നു. ഇന്നലെ എൻ്റെ വീഡിയോ താമസിച്ചല്ലേ വന്നത്. മണ്ടത്തരങ്ങൾ ഇന്നലെ കാണിച്ചു വെച്ചായിരുന്നു. അപ്പം ഇന്നലെ ഞാൻ അവിടെ പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടാട്ടെ. ഇന്നലെ ഞാൻ 2:30 ഇട്ട വീഡിയോ ആണത്. വന്നത് എപ്പോഴാണെന്ന് അറിയാമായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് വീഡിയോ വന്നു. മണ്ടത്തരവും കൂടെ പറ്റിയായിരുന്നു. ഇതുപോലെ പറ്റിയിട്ടുള്ളവർ കാണുമായിരിക്കും. എനിക്ക് പറ്റിയ മണ്ടത്തരം ഞാൻ പറയാം. ഇതിനൊന്ന് ഉപ്പ് നോക്കട്ടെ. ശകലം കൂടെ ഉപ്പ് വേണം. എന്താണെന്നറിയാമോ, ഞാൻ ആദ്യം വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് വീഡിയോ ഒരു തരത്തിൽ വരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി നെറ്റ് സ്ലോ ആയിരിക്കുമെന്ന്. ഇവിടുത്തെ നെറ്റ്, എൻ്റെ വീട്ടിലെ നെറ്റിന് നല്ല സ്പീഡാണ് കേട്ടോ, പെട്ടെന്ന് വരുവേ. പിന്നെ ചിലപ്പോൾ നമുക്കറിയത്തില്ല, എന്തെങ്കിലും നെറ്റിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ വരാതിരിക്കത്തുള്ളൂ. മതി, സൂപ്പർ. ഇനി നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഒന്ന് ഇതാവട്ടെ. പറ്റിയ മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇട്ടു. അപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കുറേ നേരമായിട്ടും വീഡിയോ വരുന്നില്ല. എന്നാൽ പിന്നെ വീഡിയോ അങ്ങ് നിങ്ങളങ്ങനെ ചെയ്യുമായിരിക്കും, എനിക്കറിയത്തില്ല. വീഡിയോ കുറേ സമയമായിട്ടും വന്നില്ലെങ്കിൽ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കൂടെ ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെ രണ്ടാമതൊന്നും കൂടെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഡിലീറ്റ് ആക്കിയിട്ട് ഞാൻ രണ്ടാമതൊന്നും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ വന്നു. അപ്പോഴത്തേക്കും ഞാനപ്പം അവളോട് പറഞ്ഞു, എൻ്റെ ജയാസ് അറിയാലോ, അവളോട് ഞാൻ പറഞ്ഞു, എടി വീഡിയോ വന്നോ എന്തോ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എടി വീഡിയോ വന്നല്ലോ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുവാണല്ലോ എന്ന് അവൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത്, നീ കണ്ടുകൊണ്ടിരിക്കുക, പക്ഷെ നീ ഒന്ന് ബാക്ക് അടിച്ചിട്ടൊന്ന് വീഡിയോ എടുത്ത് നോക്കിക്കുക, അത് കാണാൻ പറ്റുന്നുണ്ടോ നോക്കി. അവൾ പറഞ്ഞില്ലടി ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് ബാക്ക് അടിച്ച് നോക്കിക്കേ, ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തായിരുന്നല്ലോ, പിന്നെ നീ എങ്ങനെയാ കാണുന്നേ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അയ്യോടി ശരിയാ നീ പറഞ്ഞത്, വീഡിയോ ഡിലീറ്റ് ആയല്ലോടി, അതെന്താടി അങ്ങനെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കാണിച്ച മണ്ടത്തരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാനേജ് വീഡിയോ എടുക്കുമല്ലോ, വീഡിയോ എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഞാനിട്ട വീഡിയോ 2 കിടക്കുന്ന അപ്പുറത്ത്, അപ്പം ഇട്ട വീഡിയോ 2 തന്നെ കിടക്കുന്നു. അപ്പം എൻ്റെ വിചാരം എന്നാ, അയ്യോ അപ്പം ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്തിട്ട് ആ വീഡിയോ പോയില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ച് ഡിലീറ്റ് ചെയ്തതാണ്. പക്ഷെ അങ്ങനെ വിചാരിച്ച് ഡിലീറ്റ് ചെയ്തപ്പം വന്ന വീഡിയോ ആണ് ഡിലീറ്റായി പോയത്. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, എടി അപ്പുറത്ത് 2 വീഡിയോ എടുക്കണം, അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എടി അങ്ങനെയല്ല, അപ്പുറത്ത് നമ്മൾ ചെന്ന് നോക്കുമ്പോഴും അത് 2 കാണിക്കും, പക്ഷെ അത് ഡിലീറ്റ് ചെയ്യരുത്, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിട്ട വീഡിയോ പോകുമെന്ന് പറഞ്ഞു. ഇതായ കിടക്കുന്നു. അപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവൾക്കും ഇതുപോലെ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മണ്ടത്തരം മനസ്സിലായത്. അത് ഡിലീറ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് വന്ന, അപ്പം എൻ്റെ വിചാരം എന്നാ, അയ്യോ അപ്പം 2 വന്ന് കിടക്കുന്നു, അതിലൊരെണ്ണം കളഞ്ഞേക്കാന്ന് വെച്ച് കളഞ്ഞപ്പോഴത്തേക്കും ഇട്ട വീഡിയോയും പോയി, വീണ്ടും ഇട്ടു. അങ്ങനെയാണ് ഇന്നലെ ഞാൻ ഇട്ടപ്പോഴത്തേക്കും 9:45 എങ്ങാണ്ട് ആയെന്ന് തോന്നുന്നു അല്ലേ. അപ്പം അവൾ എന്നോട് ചോദിച്ചു, എടി നീ വീഡിയോ ഇട്ടില്ലേ, വീഡിയോ വന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ കഥകൾ മൊത്തം പറഞ്ഞത്. അങ്ങനെ ഇന്നലെ എനിക്കൊരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. ഇതുപോലെ മണ്ടത്തരം പറ്റിയവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ, കാരണം കൂട്ടുണ്ടല്ലോ മണ്ടത്തരത്തിൽ, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ.
ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ പറ്റി കാണുമായിരിക്കും കേട്ടോ, എനിക്കറിയത്തില്ല. പറ്റിയവർ പറയണേ എൻ്റെ അടുത്ത്, സീക്രട്ടായിട്ട് ആരും വെക്കരുത്, എല്ലാവരും പറയണേ. അപ്പം നമ്മുടെ പുളിശ്ശേരി റെഡിയായി. ഇന്നിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് എരിവില്ലാത്ത കറികളാണെന്നേ എല്ലാം. പുളിശ്ശേരിയായി, പിന്നെ ഒരു ശകലം നമ്മൾ കഴിഞ്ഞ ദിവസം കാത്തോരൻ വെച്ചതിൻ്റെ ഒരു ശകലം ഇരിപ്പുണ്ട്, പിന്നെ ഉള്ളിപ്പുളി ഇരിപ്പുണ്ട്, പിന്നെ ശകലം രസം ഇരിപ്പുണ്ട്. ഇത്രയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ പുളിശ്ശേരി അങ്ങ് വെച്ചു. ചേട്ടന് രസത്തിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി പുളിശ്ശേരി വെച്ചതാണ്. പിന്നെ നമ്മുടെ ഇനിയത്തെ പ്രയോഗം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം മുട്ട മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് എന്താ പൊട്ടിയിരിക്കുന്നുണ്ടോ മുട്ട കൊണ്ടുവന്ന ദിവസമൊന്നും ഞാനിത് കാണുന്നില്ല, ഈ മുട്ട പൊട്ടിയത്. ഇന്നലെ ഞാൻ എന്താ ഫ്രിഡ്ജ് വൃത്തിയാക്കാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും എന്നാൽ മുട്ട കവറിൽ തന്നെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ആ മടി, നമ്മുടെ ആ മുട്ടയുടെ ട്രെയിൽ നിരത്തി വെക്കാനുള്ള മടിക്ക് ആ മുട്ട കവറിൽ കൊണ്ടുവന്ന് ആ കവറ് അങ്ങനെ തന്നെ വെച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇതിനെ കവറിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ആ ട്രേയിൽ തന്നെ എടുത്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ട്രേയിൽ തന്നെ എടുത്ത് വെക്കാൻ പോയപ്പോൾ ഇതായിരിക്കുന്നു ഒരു മുട്ട പൊട്ടിയത്. അപ്പം ഇനി അത് കൂടുതൽ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അത് ചീത്തയാക്കി കളയണ്ടല്ലോ, പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന മുട്ടയല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് അതിനെ ഒരു തോരൻ വെക്കാനായിട്ട് അങ്ങ് തീരുമാനം എടുത്തിരിക്കുവാണ്. മുട്ടത്തോരനാണ് നമുക്ക്. ആദ്യം ഞാൻ വിചാരിച്ചേ ഇതിൻ്റെ കൂടെ ചിലവർ ഈ തോരൻ വെക്കുമ്പോഴത്തേക്കും ചിലവരെന്ത് തോരൻ വെച്ചാലും അതിനകത്തോട്ടൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന പതിവുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. എനിക്ക് മുട്ടത്തോരനായിട്ട് തന്നെ കഴിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഇവിടെ ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു, ക്യാരറ്റ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് എന്നാൽ ഒരു ക്യാരറ്റും കൂടെ കൊത്തി ഇതിൻ്റെ കൂടെ ഇടാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ പിന്നെ എനിക്കത് ഇഷ്ടമില്ല. ഈ മുട്ടയായിട്ട് തിന്നണം, എന്നാലേ ആ മുട്ടയുടെ ടേസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ ക്യാരറ്റിനെ ഒഴിവാക്കിയിട്ട് മുട്ട മാത്രം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇതാ ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്തോട്ട് ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പൊട്ടിയ മുട്ടയും ഒരു പൊട്ടാത്ത മുട്ടയും ഇരിപ്പുണ്ട്. പക്ഷെ എന്തായാലും രണ്ടും കൂടെ പൊട്ടിച്ചൊഴിക്കണം. രണ്ടും കൂടെ പൊട്ടിച്ചൊഴിച്ചാൽ തന്നെയും നമ്മുടെ വായിക്കകത്ത് വെക്കാൻ വല്ലതും കിട്ടുമോ എന്നുള്ള കാര്യം വലിയ സംശയമാണ്. ഒരു മുട്ട എന്ത് കാണാനല്ലേ. പക്ഷെ എനിക്കെന്തല്ലോ ഇതൊന്നും നിന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പോരാ. പക്ഷെ ഇപ്പം ഞാൻ ഇതുകൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ചൊഴിക്കട്ടെ. ഇതിനെനിക്ക് ആ മുട്ടയൊന്ന് കഴുകാൻ പോയതായിരുന്നു. എനിക്ക് കഴുകിയില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കാൻ പോയപ്പോൾ ഓർത്ത അയ്യോ മുട്ടയുടെ പുറം കഴുകിയില്ലല്ലോ എന്ന്. ഇതുപോലത്തെ വട്ട് കാണിക്കുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടോ? കാണും. അപ്പം മുട്ടയുടെ പുറം കഴുകിയെടുത്ത് എനിക്ക് അല്ലെങ്കിൽ ഇഷ്ടമില്ല. നമ്മളും മുട്ടയ്ക്ക് അകത്തിരിക്കുന്ന സാധനമാണ് കഴിക്കുന്നത്. എങ്കിലും എനിക്ക് ആ മുട്ടയുടെ പുറം കഴുകിയില്ലെങ്കിൽ ശരിയാകത്തില്ല. ഇതും കഴുകി. ഇത് പിന്നെ ഓൾറെഡി പൊട്ടിയിരിക്കും ഈ മുട്ട. അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചു. ഇതൊക്കെ മതി, ധാരാളം അല്ലേ, 2 പേർക്ക് കഴിക്കാനല്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു പപ്പടം ഇരിപ്പണ്ടേ. അപ്പോൾ പപ്പടവും കൂടെ നമുക്കൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഇതൊക്കെ മതിയെന്ന്. ഇനി വൈകിട്ട് ചപ്പാത്തിയല്ലേ, പപ്പടവും കൂടെ കാച്ചിയെടുക്കണം. പിന്നെ എല്ലാവരുടെയും ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ? എല്ലാവരും റെസ്റ്റ് എടുക്കാനൊക്കെ തുടങ്ങിയോ? ഞാനാണോ ലാസ്റ്റ്? ഇന്നലെ അവിടെ പോയപ്പോഴത്തേക്കുണ്ടല്ലോ, ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടായിരുന്നല്ലോ, ഇഷ്ടംമാതിരി മൾബറി അവരുടെ മുറ്റത്തെ ഇഷ്ടംമാതിരി ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിന്നാനായിട്ട്. കുറേ പറിച്ച് തിന്നു. അപ്പോൾ അവൾ പറഞ്ഞേടി തിന്നുമ്പോൾ അതിനകത്ത് വല്ല ചലന്തി വിലയോ വല്ല ഉണ്ടോ എന്ന് നോക്കി തിന്നു, അല്ലെങ്കിൽ ദേഹം മുഴുവൻ തടിച്ച് വീർത്ത് വരുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കും എടുത്ത് പറിച്ച് ഉടനെ ഇങ്ങനെ തിന്നുക. പക്ഷെ ഒരു കണ്ണെനിക്ക് ഇതേലോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിഴങ്ങറ ചെന്ന് ആ ചൊറിച്ചിൽ പിടിച്ചേന്ന് പറയണ്ടല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കുഞ്ഞി മൾബറിയാണ്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു കോട്ടയത്തെ. പക്ഷെ അതുണ്ടല്ലോ വലിയ മുട്ട മൾബറിയായിരുന്നു. ഇത് ചെറുതാണ്. പക്ഷെ എന്നാൽ ചെറുതാണെങ്കിലില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മൾബറി നിൽക്കുന്നോണ്ടേ അവരുടെ മുറ്റത്ത് നല്ല താലും ഉണ്ട് കേട്ടോ. നമ്മുടെ മുട്ടത്തോരൻ ഇച്ചിരിയും കൂടെ ഒന്ന് മൊരിയണം. എന്നിട്ട് നമുക്കുണ്ടല്ലോ, നമുക്ക് നമ്മുടെ പപ്പടവും കൂടെ ഒന്ന് കാച്ചിയെടുത്താൽ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും. പിന്നെ അവിടെ കാണും പോയി ഇച്ചിരി നേരെ ഇരിക്കാമല്ലോ നമുക്ക്. ഇന്നലെ കിഴങ്ങറയിൽ പിന്നെ ഒരു ശകലം നേരം, കുറച്ച് നേരം ഒന്ന് മഴ പെയ്തായിരുന്നു. നിങ്ങൾക്കൊക്കെ മഴ കിട്ടിയോ? പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ മഴ പെയ്തതേ ഇല്ല. അവിടെ വിട്ടി
കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും തീർന്നു, എല്ലാം തീർന്നു. മഴയേ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ആ പെയ്ത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ലതായിട്ട് പെയ്യുമെന്ന്. ആലപ്പുഴ മഴ പെയ്യത്തേ ഇല്ലെന്ന് തോന്നുന്നു. ബാക്കി എല്ലായിടത്തും മഴ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ആലപ്പുഴക്കാർക്ക് മഴയുമില്ല, ഒന്നുമില്ല. എന്താണെന്ന് അറിയത്തില്ല. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഇന്നലെ ശോഭ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ചങ്ങാതിക്കൂട്ടം കുട്ടികൾക്കൊരു അതായിരുന്നു. രഘുവിനെ കണ്ടിട്ടും ഒത്തിരി നാളായല്ലോ എന്ന് പറഞ്ഞു. കുളിച്ചോ? ആ നമ്മുടെ ശോഭ ചേച്ചി പറഞ്ഞു രഘുവിനെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ യൂട്യൂബിലുള്ള ചേച്ചിയാണ്, നമ്മളുമായിട്ട് ഭയങ്കര കൂട്ടുള്ള ചേച്ചി. എല്ലാരും നമ്മളുമായിട്ട് കൂട്ടാം. ചേച്ചി പറഞ്ഞു രഘുവിനെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കുളിച്ചില്ലല്ലേ? അപ്പൊ കുളിച്ചില്ലെങ്കിൽ അവിടെ ഇരുന്നു, വരണ്ട അല്ലേ? ഷർട്ട് ഇടാതിരുന്ന എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഷർട്ട് ഇടാതെ നമുക്ക് ചാനലിൽ വരുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് അവിടെ ഇരുന്നു, വരണ്ട. നമ്മുടെ മുട്ടത്തോരനും റെഡിയായി. ഇനി നമുക്ക് പപ്പടവും കൂടെ കാച്ചി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീരും. എല്ലാം മൂത്തില്ല. പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? അതുകൊണ്ട് ഇന്നലെ മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ. ചെറിയ ചൂടൊന്നുമല്ല, നല്ല ചൂടാണ്. ഇനിയിപ്പം മഴ തുടങ്ങാൻ പോവല്ലേ അല്ലേ? മെയ് ആയില്ലേ? ഇനിയിപ്പം മഴയുടെ ഒരു ഇതായിരിക്കും. അപ്പം ഞാൻ ഈ പപ്പടമൊക്കെ കൂടെ ഒന്ന് കാച്ചി എടുക്കട്ടെ. കാച്ചി എടുത്തിട്ട് നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പം ഞങ്ങൾ ചോറുണ്ണാൻ പോവാണ്. ചോറുണ്ണാനൊക്കെയുള്ള സമയമൊക്കെ ആയി. ഇന്നെല്ലാം ഒപ്പിക്കൽ പ്രസ്ഥാനമായിരുന്നു കേട്ടോ. ഇന്ന് പുളിശ്ശേരിയാണ് വെച്ചതെന്ന് പറയാനായിട്ട്. പുളിശ്ശേരിയും മുട്ടത്തോരനും ആകെപ്പാട് വെച്ചിരിക്കുന്നു, വേറൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്കൊരു ഒപ്പിക്കൽ പ്രസ്ഥാനത്തിലേക്കായിരുന്നു. എന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേന്നേ അല്ലേ? അപ്പം ഞങ്ങൾ ചോറുണ്ട്. എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞോ? ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് പുതിയ ടിപ്സാട്ടോ. ഇത് നല്ല അടിപൊളി ടിപ്സാണ്. അപ്പോൾ ഇത് പറഞ്ഞു തരാൻ പെട്ടെന്ന് വലിച്ചു നീട്ടാതെ. 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 2 സ്പൂൺ തേയില നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല കടുപ്പത്തിൽ ഇട്ട് കൊടുക്കണം. ഇത് AVTയുടെ തേയിലയാണ് കേട്ടോ. AVT തേയില, ഏത് തേയില വേണേലും ഉപയോഗിക്കാം. ഇത് ഞാൻ AVTയുടെ തേയിലയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടുത്ത പരിപാടി കാണിച്ചു തരേണ്ടതാണ്. ഇത് തിളച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് 2 സ്പൂൺ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ എടുക്കട്ടെ. 2 സ്പൂൺ ഇതല്ലേ ചേർത്തത്, തേയില. ഇച്ചിരി കൂടിപ്പോയെന്നും പറഞ്ഞൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ 2 സ്പൂൺ ഉലുവയും കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് 1 ഗ്ലാസ് വെള്ളം ആകണം. മനസ്സിലായോ? 2 ഗ്ലാസ് വെള്ളം നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിനകത്തോട്ട് 2 സ്പൂൺ തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കടുപ്പത്തിലിട്ട് കൊടുക്കുക. പിന്നെ 2 സ്പൂൺ നമ്മുടെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ചിട്ട് പറ്റിയിട്ട് ഇത് 1 ഗ്ലാസ് വെള്ളമാവും. 1 ഗ്ലാസ് വെള്ളമാകട്ടെ. എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇത് തിളച്ച് 1 ഗ്ലാസ് വെള്ളം ആയപ്പോഴത്തേക്ക് ഞാനിത് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കട്ടെ. തണുക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. തണുക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തു. ഇനിയിപ്പം ഞാൻ നമ്മുടെ ഇവിടെ നിന്ന് ചെമ്പരത്തി, അതായത് ഈ 5 ഇതളിൻ്റെ ചെമ്പരത്തി ഇല്ലേ, ഇനിയിപ്പോൾ 5 ഇതളിൻ്റെ ചെമ്പരത്തി ഇല്ലയെന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട. വേറെ ചെമ്പരത്തി ആണെങ്കിലും മതിയാകും. അതിനത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇല ഞാൻ ശർക്കരം ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മുടെ തലയിലൊന്ന് തേക്കാൻ മാത്രം മതിയല്ലോ. അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം നമ്മുടെ 8 കാലി വിലയോ എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ ശരിയാകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇത് ഈ ഇലയുണ്ടല്ലോ, മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കും.
മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരച്ചെടുക്കുമ്പം നമ്മുടെ ഈ തിളപ്പിച്ച് വെച്ച ഈ തേയില വെള്ളമില്ലേ, അത് ശക്കല ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കേണ്ടത്. വേറെ വെള്ളം ചേർക്കരുത്, ഈ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പം എന്താ, ഇത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. കണ്ട, അരച്ചെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണിത്. നമ്മുടെ ഒരു തല തേക്കാൻ മാത്രം മതിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി എടുത്തത്. പിന്നെ ഒത്തിരി വേണ്ടവർക്ക് ഒത്തിരി എടുക്കാം കേട്ടോ. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയാം. നമ്മൾ തിളപ്പിച്ച് വെച്ച തേയില വെള്ളത്തിൻ്റെ ഒരു ശകലം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി ലൂസായി പോകരുത്. തലയെ തേക്കാൻ പരുവത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇതാ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തലയെ തേക്കുന്ന പരുവം നിങ്ങൾക്ക് അറിയാമല്ലോ, അതനുസരിച്ച് ചെയ്യുക. ഇത് ചെമ്പരത്തിയല്ലേ, അപ്പോൾ പിന്നെ അത് ഇതുപോലെ ഇരിക്കത്തുള്ളൂ. നമുക്ക് ഇച്ചിരിയും കൂടെ വെള്ളമല്ല കേട്ടോ, നമ്മൾ തിളപ്പിച്ച് വെച്ച കട്ടൻ ചായയും പിന്നെ എന്തുവായിരുന്നു ഉലുവയും കൂടെ ഉള്ളത് വെള്ളം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇത് മാതിരി നല്ലതാട്ടോ, നല്ല ഒരു റെമഡിയാണ്. മുടി വളരാനായിട്ട്, മുടി കൊഴിച്ചിലും നിൽക്കും, മുടി വളരുകയും ചെയ്യും. സൂപ്പർ ടിപ്സാട്ടോ. ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മുടിക്ക് പൊഴിച്ചിലൊന്നും ഇല്ലാത്തത് കേട്ടോ. ഞാൻ ഇന്നലെ കിടങ്ങറ പോയപ്പോഴത്തേക്കും അവൾ പറഞ്ഞു, അയ്യോ നിൻ്റെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ദൈവമേ കണ്ണു വെച്ചോ എൻ്റെ മുടിക്ക് എന്നൊക്കെ ഞാൻ ചോദിച്ചു. വളർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതുമാതിരത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് കേട്ടോ, അല്ലാണ്ടൊന്നുമല്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നും പറയാറുണ്ടല്ലോ, വൈകിട്ട് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ തലമുടി നന്നായിട്ട് ചീകിയിട്ട് നമ്മൾ കെട്ടി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് മുന്നോട്ടും പുറകോട്ടും ഒക്കെ ഇട്ട് നന്നായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യണം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കൊന്നും ഒരു രക്തയോട്ടം ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏത് ടിപ്സ് ചെയ്താലും നമ്മൾ നമ്മൾ തേക്കുന്ന ഓയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേക്കുക. ഞാനിത് വർഷങ്ങളായിട്ട് ഇതാണ് തേക്കുന്നത്. ഇത് ഞാൻ തലയിൽ തേക്കാൻ മാത്രം വാങ്ങിക്കുന്ന കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ തലയിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക. നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ തേക്കുന്നത്, സാധാരണ തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ മുടിയിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരും കുറേ നേരം തേച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും. എല്ലാ ടിപ്സും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യത്തില്ലേ, ഈ തലമുടിയുടെ എല്ലാ ടിപ്സിലും നമ്മൾ ചെയ്യാറുണ്ട്. ഓയിൽ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 5 മിനിറ്റ് നമുക്കിതൊന്ന് കെട്ടിവെക്കാം. പാരച്ചൂട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ. ഞാനതാണ് തേക്കുന്നത്. പിന്നെ ഓരോരുത്തർക്ക് പിടിക്കുന്ന എണ്ണകളല്ലേ തേക്കാറുള്ളൂ. ഞാനിത് തേക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് എണ്ണയായാലും മതി. നന്നായിട്ട് നമ്മൾ മുടിയിലെ ഉടക്ക് നന്നായിട്ട് കളയണം കേട്ടോ. ഉടക്ക് നന്നായിട്ട് കളഞ്ഞാൽ മാത്രമേ നമുക്കിതൊക്കെ നന്നായിട്ട് തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. ഓയിൽ തേച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ഇരിക്കുക. നല്ല ടിപ്സാണ്. ഞാനിപ്പോൾ എത്ര ടിപ്സ് ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അത് മുട്ടയും നാരങ്ങ നീരും അതുമല്ല എല്ലാ ഈ ചെയ്യുന്ന ടിപ്സ് എല്ലാം അടിപൊളി ടിപ്സാണ്. മുട്ടയും നാരങ്ങ നീരിൻ്റെയും ചെയ്തിട്ടുണ്ട്. പിന്നെ തേയില വെള്ളത്തിൻ്റെ ചെയ്തിട്ടുണ്ട്, കഞ്ഞിവെള്ളത്തിൻ്റെ ചെയ്തിട്ടുണ്ട്, പിന്നെ സവോള നീര് കൊണ്ടുള്ള ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതെന്ന് ഇപ്പം ഇനി പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അത് കണ്ടുവെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ചാനൽ തുടങ്ങി ഇടയ്ക്ക് ചെയ്തിരിക്കുന്നതാണത്. അപ്പം ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. അത്രയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ചെയ്യുന്നതാണ് ഉലുവയും കട്ടൻ ചായയും കൊണ്ടുള്ള ടിപ്സാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പം നമ്മൾ 5 മിനിറ്റൊക്കെ ആയി. ഇനി നമുക്ക് തലയിലേക്ക് ഇത് തേച്ച് കൊടുക്കാം. ഇതിപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് തേക്കുന്നത് എന്താണെന്നറിയാം. വെളിയിൽ നിന്ന് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് പെട്ടെന്ന് കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് തേക്കുന്നത്. ഞാനിവിടെ താഴെ ഒരു തുണിയൊക്കെ കൊണ്ടിട്ടിട്ടാണ് ഈ പരിപാടിയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ ഒന്നാമത് ഈ ചെമ്പരത്തിയില അരച്ചതല്ലേ, ചെമ്പരത്തിയില അരയ്ക്കുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, ഒരു തെന്നൽ വരുമല്ലോ, പെട്ടെന്ന് തെന്നി വീഴാൻ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് വേണം. അല്ലെങ്കിൽ അജിത ചേച്ചി പറഞ്ഞിട്ട് തലയെ തേച്ചു, തറയിലും വീണു, എന്നിട്ട് ഞങ്ങൾ തെന്നി വീണെന്നൊന്നും എന്നോട് ആരും പറഞ്ഞേക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾ ചെയ്യുമ്പം വീഡിയോ എടുക്കാത്തവർക്കൊന്നും ഒന്നും പ്രശ്നമൊന്നുമില്ല. വെളിയിൽ പോയി നിന്ന് ഇവിടെ നിന്ന് വേണമെങ്കിലും തേക്കാം. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിത് കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തലയിൽ നന്നായിട്ട് നമ്മളിങ്ങനെ തലയോടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. നന്നായിട്ട് തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്ത്
നമ്മൾ എന്നിട്ട് 15 മിനിറ്റ് കെട്ടി വെക്കുക കേട്ടോ. 15 മിനിറ്റ് കെട്ടി വെക്കുക. സൂപ്പറായിട്ടോ. ഇത് മുടി വളരും, തീർച്ചയായിട്ടും മുടി വളരും കേട്ടോ. ഇത് ദിവസവും ചെയ്യരുത്, ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്ത് കൊടുത്തേച്ചാൽ മതി. കാരണം ഉലുവ, തേയിലവെള്ളം തണുപ്പുള്ളതാണ്, അതുകൊണ്ട് മുടിക്ക് നല്ല വളർച്ച കിട്ടും. അതുകൊണ്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാവരും പറയുന്നപ്പം ഇന്നലെ എൻ്റെ അനിയത്തി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എടി പിന്നെ അവർക്ക് മുടി ഇങ്ങനെ ചെയ്യുന്ന ഭയങ്കര താല്പര്യമാണെന്ന് അവൾ പറഞ്ഞു. അവൾക്കല്ല, അവിടെ ഹസ്ബൻഡിന്. പക്ഷെ അവൾ പറഞ്ഞു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്ക് മുടി പൊഴിയുമെന്ന് പറയുന്നു. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ഈ ടിപ്സ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ മുടി അങ്ങനെയെന്നല്ല, പൊഴിഞ്ഞിട്ട് തന്നെയില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഇത് പൊഴിയാത്ത എന്താണെന്ന് വെച്ചാൽ നീ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടാണ് മുടി പൊഴിയാതിരിക്കുന്നതും മുടി വളരുന്നതും എന്നൊക്കെ പറഞ്ഞു. ആന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം ഞാനിങ്ങനെ ഓരോന്ന് ഉപയോഗിക്കുമല്ലോ. ഈ ആഴ്ച മുട്ടയാണെങ്കിൽ അടുത്ത ആഴ്ച തേയിലവെള്ളം തേക്കും, കഞ്ഞിവെള്ളം തേക്കും, അങ്ങനെ ഇങ്ങനെ ടിപ്സുകൾ ഇങ്ങനെ നീണ്ട് പോകും. അപ്പം ഞാനിത് ബാക്കിയും കൂടെ തേച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ലെന്തായി പോകും. അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ തലയിലെല്ലാം നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് സമയവും കഴിഞ്ഞു. അപ്പം ഞാനിനി കുളിക്കാൻ പോവുകയാണ്. ഇത് നല്ല ടിപ്സായിട്ട് എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞെത്തി. മുടിയെല്ലാം ഉടക്കൊക്കെ കളഞ്ഞ് ഒരുവിധമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഈ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും പോകുന്നതിൻ്റെ തലേദിവസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് ഒരു ചെറിയ നല്ല ഗ്ലേസിങ് ഒക്കെ കിട്ടും. കാരണം ചെമ്പരത്തി ഇലയാണ് ഇതിനകത്ത്. അത് മുടിക്ക് ഗ്ലേസിങ് ഒക്കെ കിട്ടാനായിട്ട് നല്ലൊരു കാര്യമാണ് അതിനകത്ത് നമ്മൾ ചെമ്പരത്തി ഇല ചേർക്കുന്നത് കേട്ടോ. അതുപോലെ ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ടിപ്സ് നമ്മൾ തലേദിവസം ചെയ്തിട്ട് പോയാൽ നന്നായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് മുടി ഇതുണ്ട്, കാണിച്ചു തരാമേ. കണ്ട മുടി കണ്ട, ഇതുപോലെ കണ്ട. ഇതിപ്പം മുടി ഒരിക്കലും നനഞ്ഞ മുടി കെട്ടിയൊന്നും വെക്കരുത് കേട്ടോ. ആരും നനഞ്ഞ മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ മുടിയിൽ എല്ലാവരുടെ മുടിയിലും ഇല്ല, ചിലവരുടെ മുടിയിൽ ഒരു സൈസ് ചെറിയ കായ ഉണ്ടാകും. പക്ഷെ അത് ചില മുടിക്കുള്ളൂ കേട്ടോ. പക്ഷെ എൻ്റെ മുടിക്കൊന്നും അത് കുഴപ്പമില്ല. പക്ഷെ കെട്ടി വെക്കരുതെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഭയങ്കര ചൂടല്ലേ. ഇപ്പോൾ ചൂട് സമയത്ത് ഇപ്പം ഞാൻ എന്തുവാ ചെയ്യുന്ന, അടുക്കളയിലോട്ട് പോകുമ്പോൾ മുടി കെട്ടി വെക്കാറുണ്ട്. പക്ഷെ ഞാനത് കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇവിടെ വന്നിരിക്കും, ഫാനിൻ്റെ കീഴിലിരിക്കുമ്പോഴത്തേക്ക് ഞാൻ മുടി ആ കെട്ടങ്ങ് അഴിക്കുകയും ചെയ്യും കേട്ടോ. മുടി നന്നായിട്ട് ഉണങ്ങാതെ കെട്ടി വെക്കരുത്, അങ്ങനെയാണ്. പക്ഷെ നമ്മളെല്ലാവരും ചൂടെടുക്കുമ്പോഴത്തേക്കും മുടി അങ്ങ് തുറത്ത് കെട്ടി വെക്കും അല്ലേ, ഞാൻ ഉൾപ്പെടെ. പക്ഷെ ഞാനത് പെട്ടെന്ന് അഴിച്ചിടും കേട്ടോ. പക്ഷെ നനഞ്ഞ മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത സ്മെല്ലും ഒക്കെ നിൽക്കും. അതുകൊണ്ട് നനഞ്ഞ മുടി കഴിവതും കെട്ടി വെക്കരുത്. അതുപോലെ നനഞ്ഞ മുടി കഴിവതും ചീകുകയും ചെയ്യരുത്. വെറുതെ ഇങ്ങനെ ഉടക്ക് കളഞ്ഞിടുകയോ ചെയ്യാറുള്ളൂ. ഉണങ്ങിയതിന് ശേഷം മാത്രമേ മുടി ചീകാറുള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടിപ്സാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. ഒത്തിരി പേര് സങ്കടപ്പെട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തീരെ മുടിയില്ല, അങ്ങനെ എങ്ങനെയാണ് എൻ്റെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മുടിയില്ല എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും, അതെന്നല്ല, ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തും ഒരിക്കലും ആരും സങ്കടപ്പെടാനായിട്ട് പാടില്ല. നമ്മുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഇച്ചിരി കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ മനസ്സിലിട്ട് താലോലിച്ചെന്നെ വലിയതാക്കും. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള സങ്കടം വരുന്ന കാര്യങ്ങളൊന്നും കഴിവതും നമ്മൾ ഈ മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ കടന്നേക്കണം. അപ്പം നമുക്ക് ഈ ചിന്താഗതി ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരില്ല. ഇപ്പം ഞാൻ മുടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞതാട്ടോ, സങ്കടം വരും, അതൊന്ന് വിട്ടേക്കണം. മനസ്സിലായോ? മുടി കെടുത്തെങ്കിൽ കെടുത്തില്ലെങ്കിൽ കെടുത്തില്ല, അങ്ങനെ ഒരു ഇതിൽ നമ്മൾ പോകണം. മുടിയെന്നല്ല, എന്ത് കാര്യമാണെങ്കിലും. മനസ്സിലായല്ലോ എല്ലാവരും? അതുകൊണ്ട് ആരും ഒന്നിനെക്കുറിച്ച് ഓർത്തും സങ്കടപ്പെടാനായിട്ട് പാടില്ല. എല്ലാവരും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അപ്പം ഈ ടിപ്സ് ചെയ്ത് നോക്കണം. നമ്മൾ വെറുതെ ഇരുന്നിട്ടില്ല, നമ്മൾ ചെയ്യണം. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ചെയ്തിട്ട് അതിന് ഫലം കിട്ടിയില്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ തീർച്ചയായിട്ടും കിട്ടും. എൻ്റെ അനുഭവത്തിൽ കൂടെ വന്ന ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക്, എൻ്റെ അനുഭവത്തിലുള്ള ടിപ്സൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ടിപ്സ് എല്ലാവരും ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും മുടി കൊഴിച്ചിൽ എനിക്ക് മുടി വളരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം. അപ്പം ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരുടെയും ചായ കുടിയൊക്കെ കഴിഞ്ഞോ? ഇനി അടുത്ത പരിപാടി, ചെടിക്കൊക്കെ കുറച്ച് വെള്ളം കോരി ഒഴിക്കണം. വെയിലത്ത് നിന്ന് അതെല്ലാം വാടി ഇതായിട്ട് നിൽക്കാൻ നമുക്ക് തന്നെ കഷ്ടം തോന്നും. നമ്മളെ അത്ര നേരം ഒന്ന് വെയിലത്ത് പിടിച്ച് നിർത്തിയാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പിന്നെ അതിന് വളവിടാറായിട്ടിരിക്കുവാണ്. 15 ദിവസം കഴിഞ്ഞു. അപ്പം ഇന്നിപ്പോൾ എനിക്ക് മടിയായതുകൊണ്ട് ഇന്ന് ഞാൻ വളവിടുന്നില്ല. നാളെയോ മറ്റന്നാളോ ഒക്കെ ഇടണമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.